മഹിളാ മോർച്ച പ്രവർത്തകർ ബി.ജെ.പിയുടെ മഹിളാ വിഭാഗമായ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചാണ്. ആ മാർച്ചിൽ വിളിച്ച മുദ്രാവാക്യമാണ് പ്രേക്ഷകർ കേട്ടത്. മുദ്രാവാക്യം വിളിക്കുന്ന ഒരാളെ പ്രത്യേകം റൗണ്ടിട്ട് കാണിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അത് ആരാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖ IPS, മുൻ DGP-യാണ്. അവരാണ് വിളിക്കുന്നത് മുദ്രാവാക്യം. ആർക്കെതിരെ? പോലീസിനെതിരെ. എന്താണ് മുദ്രാവാക്യം? പോടാ പുല്ലേ പോലീസെ, കാക്കിയിട്ടൊരു ഗുണ്ടകളെ, ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ വെളിയിലിറങ്ങി നടക്കില്ല എന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു. വെളിയിലിറങ്ങി നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്നത് മുൻ DGP. കാക്കിയിട്ട് കേരളത്തിൽ പോലീസിനെ നയിച്ച വ്യക്തിയാണ് തെരുവിലിറങ്ങി ഇപ്പോൾ പോലീസ് ഗുണ്ടകളാണ് എന്നും പിണറായിയുടെ ഗുണ്ടകളാണ് എന്നും കാക്കിയിട്ടൊരു ഗുണ്ടകളാണ് എന്നും വിളിക്കുന്നത്. പോലീസിനെ പോടാ പുല്ലേ പോലീസെ എന്ന് പറയുന്നത് നിങ്ങൾ വെളിയിലിറങ്ങി നടക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. ഒന്നുകൂടി കേൾക്കാം ആ മുദ്രാവാക്യം വിളി. ഇത് മുൻ DGP ആർ ശ്രീലേഖയുടെ മുദ്രാവാക്യം വിളിയാണ്. ഇനി മറ്റൊരു ആളുണ്ട്. അദ്ദേഹവും മുൻ DGP തന്നെയാണ്. പേര് TP സെൻകുമാർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്നത് തൂക്ക് മന്ത്രിസഭയായിരിക്കും. ആർക്കും ഭൂരിപക്ഷം ലഭിക്കില്ല. BJP നിർണായക ശക്തിയാകും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരും. രാഷ്ട്രപതി ഭരണം വന്നാൽ ഭരിക്കുന്നത് ഞങ്ങളായിരിക്കും, BJP ആയിരിക്കും. അങ്ങനെ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നിങ്ങൾ പോലീസുകാർ നേരാവണ്ണം നടക്കില്ല എന്ന് ആരാണ് പറയുന്നത്? മുൻ DGP TP സെൻകുമാർ. അദ്ദേഹം സാധാരണ DGP മാത്രമായിരുന്നില്ല, ക്രമസമാധാന ചുമതലയുള്ള DGP ആയിരുന്നു. ആരുടെ കാലത്ത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, കോൺഗ്രസിന്റെ കാലത്ത്. LDF അധികാരത്തിൽ വന്നപ്പോൾ TP സെൻകുമാറിനെ മാറ്റി DGP സ്ഥാനത്ത് നിന്ന്, എന്ന് വെച്ചാൽ ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന്. അന്ന് വലിയ കോലാഹലമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയത്. പോലീസിൽ പിണറായി വിജയൻ CPM ഇടപെടുന്നു, DGP-യെ തന്നെ മാറ്റുന്നു, ക്രമവിരുദ്ധമാണ് നടപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് DGP സെൻകുമാറിന് വേണ്ടി നിയമസഭയ്ക്കകത്തും പുറത്തും വാദിച്ചു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അദ്ദേഹത്തിന് അനുകൂലമായി ട്രൈബ്യൂണൽ വിധിയുണ്ടായി. അങ്ങനെ വീണ്ടും DGP ആയി വന്നു. അന്ന് പിണറായി വിജയൻ സഭയിൽ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനെ നോക്കി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇപ്പോഴത്തെ സെൻകുമാർ എന്ന്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല സെൻകുമാർ, അദ്ദേഹം ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന്. എങ്ങോട്ട് മാറി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. എങ്ങോട്ട് മാറി എന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു, കോൺഗ്രസ്സുകാർക്കും ബോധ്യപ്പെട്ടു എങ്ങോട്ടാണ് അന്നേ അദ്ദേഹം മാറിയത് എന്ന്, സെൻകുമാർ മാറിയത് എന്ന്. BJP-യിലേക്കായിരുന്നു. അതുകൊണ്ടാണ് DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അന്ന് DGP-ക്ക് വേണ്ടി, സെൻകുമാറിന് വേണ്ടി രംഗത്തിറങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. പോലീസിനെ ഭീഷണിപ്പെടുത്തി നടക്കുകയാണ് TP സെൻകുമാർ. BJP പരിപാടികളിൽ, വെറും BJP പരിപാടികളിലല്ല, RSS പരിപാടികളിലെ നിത്യസാന്നിധ്യമായി ഇന്ന് മാറിയിട്ടുണ്ട് TP സെൻകുമാർ എന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഒരാൾ കൂടി വരാനുണ്ട്. അദ്ദേഹവും മുൻ DGP തന്നെയാണ്, ജേക്കബ് തോമസ്. അദ്ദേഹം കൂടി വന്ന് രണ്ട് വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് പൂർണ്ണമായേനെ. BJP നേതാക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹത്തെ കൂടി, ജേക്കബ് തോമസ് IPS-നെ കൂടി, മുൻ DGP-യാണ്, അദ്ദേഹത്തെ കൂടി കൊണ്ടുവന്ന് ഒരു പ്രസ്താവന നടത്തിപ്പിക്കണം പോലീസിന് നേരെ എന്ന്.